വയനാട് ജില്ലയിൽ കഴിഞ്ഞ ഏറെ നാളുകളായി വന്യമൃഗശല്യം രൂക്ഷമാണ്. വന്യമൃഗ ഭീതിയിൽ കഴിയുന്ന നിസ്സഹായരായ മനുഷ്യരുടെ ദുരിതം നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. അറുതിയില്ലാത്ത മനുഷ്യ വന്യജീവി സംഘർഷത്തിനെതിരെ മേപ്പാടി താഞ്ഞിലോട്ട് സമരം ചെയ്ത നാട്ടുകാർക്കെതിരെ ഇന്ന് പോലീസിന്റെ നടപടിയുണ്ടായി. റോഡ് ഉപരോധിച്ച് ജനകീയ സമിതി പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. മേഖലയിലെ കാട്ടാനശല്യം രൂക്ഷമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. വന്യമൃഗശല്യത്താൽ ജീവിതം പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് താഞ്ഞിലോട് മേഖലയിൽ പ്രദേശവാസികൾ സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ഈ സമരത്തിന് നേരെ പോലീസിന്റെ നടപടിയുണ്ടായി. നിരവധി പേർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു. 9 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 7 മണി മുതലായിരുന്നു മേപ്പാടി ചൂരൽമല പാത താഞ്ഞിലോട് വെച്ച് നാട്ടുകാർ ഉപരോധിച്ചത്. റോഡിനു കുറുകെ ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ്. കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് അത്ഭുതകരമായി ആളുകൾ രക്ഷപ്പെട്ട അനുഭവവുമുണ്ട്. വൻ കൃഷിനാശവും ഇവിടെ സംഭവിക്കുന്നു. 3 മണിക്കൂറോളം ഉപരോധം നീണ്ടു. DFO അജിത് കെ രാമൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ജില്ലാ കളക്ടർ നേരിട്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതിനിടയിലാണ് പോലീസിന്റെ നടപടിയുണ്ടായത്. ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്ത് മേപ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. MLA T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും നടത്തിയ ചർച്ചയിലാണ് അറസ്റ്റ് ചെയ്തവരെ വിട്ടയച്ചത്. പോലീസും ജനങ്ങളും സഹകരിച്ച് ഈ ജീവൽ പ്രശ്നത്തിന്റെ വൈകാരികതയും വിഷമവും മനസ്സിലാക്കിക്കൊണ്ടാണ് സാധാരണഗതിയിൽ പോലീസ് പെരുമാറുള്ളത്. പക്ഷേ ഇന്ന് തികച്ചും വ്യത്യസ്തമായി പോലീസ് ലാത്തി ചാർജിലേക്ക് പോകുന്ന അതീവ ദുഃഖകരവും പ്രതിഷേധാർഹവുമായിട്ടുള്ള നടപടിയുണ്ടായി. അതിനുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തി. ബുദ്ധിമുട്ടില്ലാതെ പോലീസ് പ്രതിഷേധക്കാരുമായിട്ട് സഹകരിച്ച് പോലീസ് ഇപ്പോൾ വിട്ടുനിന്നിട്ടുണ്ട്. സ്ഥലത്തിറങ്ങുന്ന കാട്ടാനയെ തുരത്താൻ നടപടി തുടങ്ങിയെന്ന് DFO അജിത് കെ രാമൻ 24-നോട് പറഞ്ഞു. കൂടുതൽ RRT അംഗങ്ങളെ പ്രദേശത്ത് നിയോഗിച്ചു. ആനയെ ട്രാക്ക് ചെയ്തു. നിലവിൽ ഇവിടെ ഒരു സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് 11 കൂടി ഈ ആന നിൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ പെട്രോളിംഗ് നടത്തുകയും ആനയുടെ ചവിട്ടുകൾ മനസ്സിലാക്കി തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു നിരീക്ഷണം ഇപ്പോൾ നടത്തി വരികയാണ്. കൂടാതെ ഒരു സ്പെഷ്യൽ ടീമിനെ ഇന്നിവിടെ വിന്യസിക്കുന്നതായിരിക്കും ഈ പറയുന്ന നൈറ്റ് പെട്രോളിംഗിന്റെ ഭാഗമായിട്ട്. കഴിഞ്ഞ ദിവസം മേപ്പാടിയിൽ അന്തർ സംസ്ഥാന പാത നാട്ടുകാർ ഉപരോധിച്ചിരുന്നു. മേപ്പാടി മൂപ്പൈനാട് പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്ന സ്ഥിതിയുണ്ട്. ആനയായും കരടിയായും പുലിയായും മേപ്പാടി മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. സജിലിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. പൊറുതിമുട്ടിയാണ് സമരം ചെയ്തത്. ആ സമരം ചെയ്തവർക്കെതിരെയുള്ള പോലീസ് നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. വയനാട്ടിലെ വന്യമൃഗശല്യത്തിൽ അധികൃതരുടെ നിസ്സംഗത ചർച്ചയാകുമ്പോഴാണ് സമരക്കാർക്കെതിരായ പോലീസ് നടപടി. കാണാം കൂടുതൽ പ്രതികരണങ്ങൾ. ഞങ്ങൾ ആരും ഒരു മോശം പ്രവൃത്തികളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ആവശ്യം പ്രധാനപ്പെട്ട ആരെങ്കിലും വന്നിട്ട് ഈ സമരപരിപാടികൾ അതിന് തീരുമാനം ഉണ്ടാക്കി തരാൻ മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ വളരെ ഒരു ഗുണ്ടായുസം എന്നുള്ള രീതിയിൽ അടിച്ചിട്ട് തലയൊക്കെ മുറിയായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ എന്തായാലും 5 മണി 6 മണിയാവും. ആ സമയത്തൊക്കെയാണ് ആന ഇവിടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒരു മാർഗ്ഗമല്ല. ഞങ്ങൾ റോഡ് ഉപരോധിക്കല്ലാതെ വേറെ മാർഗ്ഗമല്ല. എവിടെയാണ് ആന ഉള്ളതെന്ന് അറിയണില്ല. ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെ കംപ്ലീറ്റ് കോടം കൂടിയിട്ട് ഇത് ഞങ്ങൾ അധികാരികളുടെ അടുത്ത് പറയുന്ന സമയത്ത്, ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറയുന്ന സമയത്ത് അവർക്കൊരു ക്യാഹമട്ട. ഞങ്ങൾ നിരന്തരമായിട്ട് സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതിലെന്തെങ്കിലും പ്രതിവിധി കാണുന്നവരെ ഇതൊരു സൂചന പണിമുടക്കല്ല, സമരമല്ല. ഇത് അനിശ്ചിത കാലത്തേക്ക് ഇതിന് തീരുമാനമാണ് വരെ ഞങ്ങൾ പുലി, കടുവ, അതുപോലെ തന്നെ കരടി, ഇതൊക്കെയാണ് ശരിക്കും ഞങ്ങളിപ്പോൾ ഒരു സൂവിൽ താമസിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പം വലിയ പ്രയാസത്തിലാണുള്ളത്. ഇവിടെ RRT സംഘം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ വന്നത് ഇവിടുത്തെ ലോക്കൽ ഡെയിലി വേജ് വാങ്ങുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഇതിന് തിരയാൻ പോയിട്ടുള്ളത്. RRT സംഘം ട്രെയിൻഡ് ആയ ആൾക്കാർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. വീട്ടിന്റെ മുറ്റത്ത് നേരം വിളിച്ച് 6 മണി 7 മണി ആയി കഴിഞ്ഞാൽ റോട്ടിലാണ് ആന, വീട്ടുമുറ്റത്താണ് ആന. ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ കൂടെ ജീവിക്കണ്ടേ? നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സമരത്തിലേക്ക് ഞങ്ങൾ പോകുന്നത്.
ഈ ഭാഗത്ത് പലരുടെ കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രിയായ വീട്ടിൽ ഉറങ്ങാൻ കഴിയില്ല, വൈകുന്നേരമായ വീട്ടിലേക്ക് എത്താൻ കഴിയില്ല, രാവിലെ നേരത്തെ പോകുന്നവർക്ക് റോട്ടിലിറങ്ങാൻ കഴിയില്ല. നാട്ടിൽ മൊത്തം ആന എന്നല്ല പുലി, കരടി എല്ലാ സാധനവും ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ജനങ്ങൾ കാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇവിടെ മാത്രമല്ല, ഈ പ്രദേശം മുഴുവനുണ്ട്. കുട്ടികൾ ഇവിടെ രാവിലെ മദ്രസക്ക് 6 മണിക്ക് പോകുന്നുണ്ട്. ആ കുട്ടികളുടെ സ്ഥിതിയൊക്കെ എന്താണ്? ഇത് സമര രീതിയിലേക്ക് ഇന്നലെ രാത്രി 11:30ക്കാണ് റോഡ് ഉപരോധിച്ച് സമരം ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നിട്ട് നമ്മളൊരു വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇത്രയും ആളുകൾ വന്ന് പ്രതികരിച്ചത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റും വരും, ഇതിന് തീരുമാനം ഉണ്ടാക്കും, അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാക്കാതെ പോലെ കുറേ ആൾക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഞാൻ ആംബുലൻസ് ഡ്രൈവർ കൂടിയാണ്. നമ്മൾ വിളിച്ച ആ സമയത്ത് നമ്മൾ പോകണം. അതുകൊണ്ട് രാത്രി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വളരെ എന്താ പറയുക, പക്ഷേ പോലീസുകാർ വളരെ അക്രമാസക്തമായിട്ടാണ് ഇന്നിവിടെ പെരുമാറി. വളരെ സമാധാനപരമായിട്ടാണ് നമ്മളിവിടെ സമരം ചെയ്തു വന്നത്. പോലീസുകാരാണ് ഇത്രയും പ്രശ്നം ഇത്രയും വഷളാക്കിയത് പോലീസുകാരാണ്. അറസ്റ്റ് കൊണ്ട് അവസാനിക്കുന്നതല്ല ആ നാട്ടുകാരുടെ പ്രശ്നം. വീടിന് പുറത്തിറങ്ങാൻ ഇനിയൊരു അത്യാഹിതം സംഭവിച്ചാൽ ആംബുലൻസ് പോലും പുറത്തിറക്കാനാവില്ല എന്ന് ആ യുവാവ് പറയുന്നു. കാരണം വഴിയിൽ നിറയെ ആനയാണ്. ഏതായാലും ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. വനം വകുപ്പിന്റെ പുതിയ ആധുനിക രീതിയിലുള്ള